Guys, hello. അപ്പോൾ ലോജിക്രോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ മാസങ്ങളായതുകൊണ്ട് ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. ഒന്നാമത്തെ കാരണം ഞങ്ങൾക്ക് എക്സാമാണ് ഗൈസ്. ഞാൻ പത്തിക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പം നിങ്ങൾ അന്ന് എൻ്റെ കണ്ട ടീം നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ആ ടീമിൽ ഞാൻ അന്ന് കണ്ടപ്പോൾ നിങ്ങളതിൻ്റെ ഓവറിൻ്റെ കാണിയത് ചിലപ്പോൾ 105 100 നോക്കി. ഇപ്പം ഞാൻ കുറച്ചുകൂടി നല്ലോണം ഗ്രൈൻഡ് കളിക്കുന്നുണ്ട്. അന്ന് എപ്പോഴെങ്കിലും തുറന്നു. ഇപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ ടീം. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ടീമിൽ നിങ്ങൾക്ക് എത്ര റേറ്റിംഗ് തരുമെന്ന്. ഈ 10 റേറ്റിംഗ് ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ തരുമെന്ന്. അത് ഞാൻ ഈ വീഡിയോയുടെ അടിയും പറ്റുകയാണെങ്കിൽ ആ വീഡിയോ അടിയും പറഞ്ഞിട്ടോ ഗൈസ്. പിന്നെ ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞാൻ ഇപ്പോൾ ഒരു കൂടുതൽ എന്നോട് പറയാൻ വന്നേക്കുന്നത് ഞങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ആ ലീഗ് ചെയ്യാൻ കുറച്ച് മെമ്പേഴ്സ് എനിക്ക് ആവശ്യമുണ്ട്. ഗ്രിഡ് റൗണ്ട് ഗ്ലോറി എന്നാണ് ഗൈസ് പേര്, കണ്ടില്ലേ? ഇതാ കാണിച്ചാൽ ഗ്രിഡ് റൗണ്ട് ഗ്ലോറി എന്നാണ് ഗൈസ് ലീഗിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ചേരാൻ പറ്റുന്നവർക്കൊക്കെ ചേരാം. കാരണം എനിക്ക് 5 പ്ലേയേഴ്സ് നിങ്ങൾക്ക് ചേരുകയാണെങ്കിൽ പിന്നെ നമുക്ക് 5 കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് ചേരുകയാണെങ്കിൽ തന്നെ കുറച്ച് റിവാർഡ്സും റിവാർഡ്സൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളിപ്പം ഇതിലിപ്പോൾ ഡെയിലി പിക്സ് ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചാൽ എക്സ്ചേഞ്ചസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്ട്രാ ടൈമിൽ ഈ 96 വോൾക്കുള്ള ഓവർ പ്ലെയർ കൊടുത്താൽ നമുക്ക് 700 to 1100 ഡെയിലി പിക് ടോക്കൺ കിട്ടും. ഇന്ന് അങ്ങനെ 3500 to ഞങ്ങൾ കാണിച്ചു ഗൈസ്. ഈ 3500 to 5000 എന്നുള്ള ഈ സാധനം കണ്ടില്ലേ, അതിൽ ഞാൻ ഏകദേശം ഓരോ ദിവസം നമുക്ക് ഓരോന്ന് 3 വട്ടം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഞാൻ ചെയ്ത് നമ്മളൊരു ദിവസം 3 വട്ടം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ടോക്കൺസ് യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഗൈസ് ഈ എക്സ്ട്രാ ടൈം ഇവൻറ്റ് പറഞ്ഞത്. അതിലിപ്പോൾ ഈ ലലിഗ എന്ന് പറഞ്ഞ ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൽ ഇങ്ങനത്തെ കുറേ മാച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്കാണ് ഇപ്പോൾ ഈ മാച്ചസ് കാണുകയാണെങ്കിൽ ആ മാച്ചിൻ്റെ ഒക്കെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഒരു ഡയമണ്ട് ചിഹ്നം കാണിക്കും. അതായത് ആ ഡയമണ്ട് ചിഹ്നമുള്ള വീഡിയോസിന് മാത്രം നിങ്ങൾ അവർ പറഞ്ഞ അത്രയും ടൈം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് കാണും. ഇത്രയും ടൈം കണ്ടാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരു 100 ജെംസ് കിട്ടും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ ബാക്ക് പോകണം. എനിക്ക് ഇപ്പം അങ്ങനത്തെ ഞാൻ ഇന്നൊരു വീഡിയോ കാണിച്ചപ്പോൾ എനിക്ക് 200 ജെം കിട്ടി ഗൈസ്. അതിൻ്റെ താഴെയുള്ള ഇവൻറ്റ്സിലാണ് ഈ ഇവൻറ്റ്സിനുള്ള ഡെയിലി പിക്സ്. ഇപ്പം എനിക്ക് എന്താ അറിയില്ല ഗൈസ്, ഇവരെന്താണ് ഇവൻറ്റ്സിനുള്ള ഡെയിലി പിക്സ് കൊണ്ട് നടത്തുന്നത്. അങ്ങനെ ഇതിൽ വന്ന ഇന്നലെ വന്ന പുതിയ ഇവൻ്റാണ് സോങ്കറിൻ ഇവൻറ്റ്. ഈ സോങ്കറിൻ ഇവൻറ്റിന് ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 100 ഇതിൻ്റെ എക്സ്ട്രാ ടൈം ടോക്കൺ കൊടുത്താൽ 100 കിട്ടുള്ളൂ. പക്ഷേ എടുക്കണമെങ്കിൽ പിന്നെ ഇത് ഫ്രീ വരെ സംഭവം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പൈസ കൊടുത്തിട്ട് പിന്നെ ഫ്രീ ടു പ്ലേ ആണ് ഗൈസ്. ഇത് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റും. 102 മിക്സ്ഡ് വെർഷൻ പ്ലെയർ ആണ്. ഇനി നമുക്ക് അതിൽ പൊട്ട ആളെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ 100 ഷാർട്സ് വേറെ എക്സ്ട്രാ കിട്ടും. ഇത് പിന്നെ ഡെയിലി 3 വട്ടം ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നെങ്കിൽ നമുക്ക് ഈ ഒരു സോങ്കറിന് വേണ്ടി ഷാർട്സ് കിട്ടും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ പുതിയ പിച്ച് ബീച്ചാണ് മെയിൻ ഇവൻ്റ്, ആ ഇവൻ്റത്തെ ഷാർട്സ് കിട്ടും. അല്ലെങ്കിൽ 103 to 105 മിക്സ്ഡ് വെർഷൻ പ്ലെയർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ട്രേഡബിൾ കിട്ടും, അല്ലെങ്കിൽ 30,000 ഈ ഡെയിലി പിക്കിൻ്റെ ഈ ടോക്കൺ കണ്ടില്ല ഗൈസ്, ഈ ടോക്കൺ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതും അല്ലെങ്കിൽ 106 to 107 അൺട്രേഡബിൾ മിക്സ്ഡ് വെർഷൻ കിട്ടും, അല്ലെങ്കിൽ 10,000 ജെമ്മ് കിട്ടും. അത് നിങ്ങൾക്ക് ലക്ക് കൂടിയിട്ട് അങ്ങനെ 106 to 107 വന്ന് വീണാൽ പിന്നെ ഏതാ ഗൈസ് നിങ്ങളൊക്കെ. എനിക്കിപ്പോൾ ഈ ടോക്കൺ 15 ഉണ്ട് ഗൈസ്. ഞാൻ ഇതിൽ ചെയ്തിട്ട് എനിക്ക് 107 to 107 ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ ഇത് റീഫ്രഷ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇടാം കേട്ടോ ഗൈസ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വട്ടമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ വട്ടം ചെയ്തിട്ട് കിട്ടുന്ന എന്താ വെച്ചാൽ അന്ന് ഇടുന്നതാണ്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പിച്ച് ബീച്ച് ഇവൻ്റാണ് ഗൈസ്. പിച്ച് ബീച്ച് ഇവൻ്റാണ് മെയിൻ ഇവൻറ്റ്. ഈ മെയിൻ ഇവൻറ്റിൽ നിങ്ങൾക്ക് ഗാലറി വർ സെക്ഷൻ ഉണ്ട്. അവിടെയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ലക്ക് തന്നൊരു പ്ലെയറും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ പ്ലെയേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും. ഇത് ഈ ഷാർട്സ് വർ സംഭവമുണ്ട്. ഈ ഷാർട്സ് ഇത്ര കൊടുക്കുകയാണെങ്കിൽ ഈ ഷാർട്സ് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പൊട്ട പ്ലേസ് കിട്ടുകയാണെങ്കിൽ അവരൊക്കെ കൊടുക്കാൻ പറ്റും. 99 to 98 ആൾക്കാർ കൊടുത്താൽ 5 ഷാഡ്, 100 to 102 ആൾക്കാർ കൊടുത്താൽ 10 ഷാഡ്, 103 ആൾക്കാർ കൊടുത്താൽ 30 ഷാഡ്, 104 60, 105 120, 106 180, 107 ആൾക്ക് 250 ഷാഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമുക്ക് ഇവർ ഇവിടെ ഓരോരുത്തർ പ്ലേസിൻ്റെ അടി കാണിച്ചാൽ അത്രയും ഷാർട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എടുക്കാം. ഇപ്പം തന്നെ സ്റ്റാമി എടുത്തിട്ടുണ്ട്. നല്ലൊരു 8 പ്ലെയർ ആയതുകൊണ്ടാണ് ഗൈസ് ഞാൻ സ്റ്റാമി എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാമി എടുത്തേക്കുന്നത്. ഇതിപ്പോൾ റോക്ക് സ്ഥലത്തോട്ടാണ് ഞങ്ങൾക്ക് ബെസ്റ്റിനും ഡേവിസിനും ലാമിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിദാനുണ്ട്, പിർലോ, ഷേസ് മൈക്കിൾ, നെസ്റ്റ, പൈറസ്. ഒരു ഗോളികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഷേസ് മൈക്കിൾ എടുക്കുക ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം കിണ്ണ റിഫ്ലക്ഷൻ ഡൈവിങ് ഒക്കെയാണ് കഴിച്ചത് ഇവന്. പിന്നെ എനിക്ക് ഇവനെ വേഴ്സ്റ്റൊക്കെ പേടിച്ചൊക്കെയാണ് ഇവനൊക്കെ. അതിൻ്റെ തന്നെ ഓരോ ചാപ്റ്റേഴ്സാണ് ഈ ക്ലാസിക്കാണ്. ഈ ക്ലാസിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് 200 ഷാർട്സ് കിട്ടും. യെസ് ഗൈസ്, ഈ ക്ലാസിക്കിൽ നമുക്ക് ഓരോ ദിവസം ഈ മാച്ചസ് ഡെയിലി റിഫ്രഷ് ആണ്. ഈ 2 സ്കിൽ ഗെയിംസ് മാച്ചും ഡെയിലി റിഫ്രഷ്. അതിൽ ഈ കാഡസ്ട്രോളോ ടിക്കറ്റ് കിട്ടുന്നില്ലേ, ഈ ടിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ ഗോ എന്ന് പറഞ്ഞ സംഭവം കാണില്ല. അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ 2 ഉണ്ട് സാധനം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ഞാൻ ഇപ്പോൾ അവിടെ എത്തി. എൻ്റെ ഇപ്പോൾ ആ ഒരു ചെസ് കളിക്കുന്ന പോലത്തെ ആ ഒരു കോയിൻ കണ്ടില്ല, ആ കോയിൻ അവിടെ എത്തി. അതിന് കുറച്ചുകൂടി കിട്ടും. എനിക്ക് ഇപ്പോൾ ക്ലൈം ആക്കി. അപ്പോൾ ഇവിടെ ഓരോ റിവാർഡ്സ് ഉണ്ട്. അതിൻ്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ റിവാർഡ്സ് കിട്ടും. ഇനിയിപ്പം
ആ ടോക്കൺ ഇപ്പം ഇങ്ങോട്ടില്ലെങ്കിൽ ഇതാ ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ബില്ലിംഗത്തെ അവിടെ ഫ്രീ കിട്ടും 100 സെൻട്രൽമെൻറ്റ് കാർഡ്. പിന്നെ ഡെയിലി ബോണസ് ആയിട്ട് ഓരോ കാർഡ് ടിക്കറ്റ് ഇത് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ വാച്ചഡ് കണ്ടാവുന്ന ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഇതൊരു ഇത് ഞാൻ കാണിച്ചാൽ ഗൈസ്. ഇത് ഞാൻ കറങ്ങി ഇങ്ങനെ 16 വട്ടം കറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ 42 വട്ടം ചെയ്ത് വെച്ചു. കാരണം എനിക്ക് റിവാർഡ്സൊക്കെ എടുക്കും വീണ്ടും എടുത്തോണ്ടിരിക്കുകയാണ് ഷാർട്സിന് വേണ്ടിയിട്ട്. ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 16 വട്ടം മാത്രം ചെയ്താൽ മതി വേണമെങ്കിൽ. അങ്ങനെ 200 ഷാർട്സ് നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് 300 കിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡേവിസിനൊക്കെ നമുക്ക് 1250 പൈസ കൂട്ടി ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഓരോരോ വട്ടങ്ങൾ റൗണ്ട് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ ഈ റിവാർഡ്സ് ഇവിടെ ഇങ്ങനെ അൺലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഗൈസ് ക്ലാസിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള സെക്ഷനാണ് റോക്ക്. അതിപ്പം ഈ അടുത്ത് ഇന്നലെയോ മിനിഞ്ഞാന്നോ വന്നതാണ് അതിൻ്റെ ബാക്കി ചാപ്റ്റർ. അതിൽ ഞാൻ കാണിച്ചാൽ ഗൈസ്. നിങ്ങൾക്ക് ഇതിലത്തെ എല്ലാ മാത്സും ഗെയിംസും കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡ്രോപ്പിന് കിട്ടുന്നതാണ്. ഇവിടെ ഓരോ മാച്ചസും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിസ്ക് 1 കഴിയും. അതിൽ 99 101 പിന്നെ ഇവിടെ 1,00,000 കോയിനുമാണ്. അത് ക്ലൈം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നെക്സ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഡിസ്ക് 3ഉം ഡിസ്ക് 2ഉം വരും. അതപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ഒരു റിമോട്ട് കിട്ടും. ഞാൻ ഫസ്റ്റ് ചെയ്ത ലോഗാണ്. സ്പെഷ്യൽ ഇത് റിമോട്ടുണ്ട് ഗൈസ്. റിമോട്ടിൻ്റെ പേര് ഡ്രോപ്പ് ദ ബാസ് എന്നാണ്. ആ ഇമോട്ടോടെ ക്ലൈം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡ്രോപ്പിനെ ക്ലൈം കിട്ടും. നല്ല സ്ട്രൈക്കർ കാർഡാണ്. ഫ്രീ ടു പ്ലേ പ്ലേയേഴ്സിനൊക്കെ നല്ല കാർഡാണ്. എനിക്ക് എൻ്റെ മുള്ളറെ മാറ്റിയിട്ട് ഇവനെ വെക്കാനുണ്ട്. കാരണം ഞാൻ ഇപ്പം പൈസയ്ക്ക് കുറച്ച് ടൈറ്റ് ഉണ്ട് ഇതിൽ. ഇതാണ് ഇതിലത്തെ റോക്ക് എന്ന് വരുന്ന സെഷൻ. ഇനി എനിക്ക് പിന്നെ ഞാൻ കാണിച്ചിട്ടുള്ളത് സോങ്കറൻ സ്പ്ലാഷ് എന്ന് പറയുന്ന ഇവൻ്റാണ്. സോങ്കറൻ സ്പ്ലാഷ് എന്ന് പറയുന്ന ഇവൻ്റ് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നാളെ കാണിച്ചാൽ ഗൈസ്. നാളെയോ മറ്റന്നാളെ കാണിച്ചാൽ ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ചേരാൻ പറ്റുന്നവരൊക്കെ ഞങ്ങളുടെ ലീഗിൽ ചേരിട്ടോ ഗൈസ്. നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ നല്ലോണം കളിക്കുന്നവരാണ്. ഇപ്പം തന്നെ ഇപ്പം ഇനി എത്ര ദിവസം കൂടി ഉണ്ട്? 17 ദിവസം കൂടി ഉണ്ട്. ആ 17 ദിവസത്തോടെ നമ്മൾ മാക്സിമം ഇതിലത്തെ ഈ കസ്റ്റൊക്കെയിലുള്ള എല്ലാവരോടും ഒരുമിച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ല 1000 സീസൺ പോയിന്റ് 7500 സീസൺ പോയിന്റ്. അതിങ്ങനെ നമ്മുടെ ഇവിടെ ഈ ലീഗിൻ്റെ ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ 10,650 350 ആയിട്ടുള്ളൂ. അങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടാവുന്ന ഓരോരുത്തർക്കും ഈ സീസൺ കഴിയുമ്പോൾ കിട്ടുന്ന ആക്ടിവിറ്റി പോയിന്റ്സ് ഒരു സാധനം ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും കളിക്കുന്ന ആൾ. അതുകൊണ്ട് 1935 പോയിന്റ് കിട്ടും. ഈ കിട്ടുന്ന ടോക്കൺ വെച്ച് വേണം നമുക്ക് സ്റ്റോറി പോയി കഴിഞ്ഞാൽ ഇത് എക്സ്ചേഞ്ചസിൽ പോയിട്ട് ഇവിടെ ലീഗ് എക്സ്ചേഞ്ച് ഉണ്ട്. ആ ടോക്കൺ കൊടുത്ത് നമുക്ക് ഇവർ പറഞ്ഞൊക്കെ എക്സ്ചേഞ്ച് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ക്യാൻസൽ ടിക്കറ്റ് പറഞ്ഞു. എനിക്കിപ്പോൾ ഈ ഒരു പാസ് പോയിന്റ്സ് ഒരു സാധനം കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ അവിടെ യൂണിസ്റ്റോൺ കൊടുത്താലും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ യൂണിസ്റ്റോക്കും ഫുൾ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഡിവിഷൻ വാല്യൂ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എടുക്കാം. നിങ്ങൾക്ക് ഡിവിഷൻ വാല്യൂ നിങ്ങൾ ഓരോ റാങ്കിലാണെങ്കിൽ ആ റാങ്ക് എത്തിയതിന് ശേഷം ഒരു മാച്ചിലൂടെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഇങ്ങനത്തെ അപ്പോൾ നിങ്ങൾ റാങ്ക് പുഷേഴ്സാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ഫ്രീ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ക്ലബ് ചാലഞ്ച് ഞാൻ തൊട്ടൊക്കെ ഇല്ല. കഴിച്ചാൽ എനിക്ക് അത്രയും പണിയാണ്. ടൈം ഉണ്ടാവില്ല ഒന്നത് കാര്യം. ഇപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ ഞാൻ നാളെ ഞാൻ എല്ലാ ദിവസവും ഒരു വീഡിയോസ് ഇടാൻ പറ്റുകയാണെങ്കിൽ നോക്കാം ഗൈസ്. ഈ നാളെ ഞാൻ സോങ്കറൻ സ്പ്ലാഷും UCL ലലീഗയും കാണിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ലീഗ് ചെയ്യുക. അപ്പോൾ ബൈ.